കസവാലേ. ഇല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട് എന്തായാലും ഇന്നലെ ഏറ്റവും ആദ്യം വരുന്നൊരു അത് പറയുന്നത് ചേട്ടൻ പിന്നെ ചെറുപ്പം തൊട്ടേ അല്ലെങ്കിൽ പാട്ടുകാരനാവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടനും അങ്ങനെ തന്നെയായിരുന്നു, ചേട്ടൻ്റെ അച്ഛനും അങ്ങനെ പാട്ടുകാരനാക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം കൂടുതലും പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടത് സിനിമ നടൻ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇപ്പോഴും പാട്ടിന്റെ ഒരു മേഖലയിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം അങ്ങനെയുണ്ടോ? അല്ല, ഒരു പാലും പഴം എന്നുള്ള ഒരു സിനിമയില് പാടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു സന്തോഷം പാടി 2 ലൈൻ 3 ലൈനൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മളതിനു വേണ്ടി ഒരു പിന്നെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും പോകാത്തത് കൊണ്ടൊന്നും അന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. ഞാനും വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് പിന്നെ പാട്ടുകാരെന്നുള്ള എവിടെങ്കിലും ഈ പാട്ടുകാരെന്ന് പറഞ്ഞു നടന്നാൽ പോരല്ലോ, മുഴുവൻ പാട്ടുകൾ പാടല്ലേ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിനകത്ത് വി.കെ. പ്രകാശിന്റെ തന്നെ ഒരു താല്പര്യം. വി.കെ.പി. ആണ് എന്നോട് പാടാൻ ഒരു പാട്ടെന്നാ നിങ്ങൾ പാടുന്നൊക്കെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തേടിയ പുള്ളിക്കാരെ ചുറ്റി സന്തോഷമായി. അത് തീർച്ചയായിട്ടും അത് തൃപ്തിയാവുന്ന പോലെ പാടിയിട്ടുണ്ട്. നല്ലൊരു പാട്ട്, ഒരു ചിത്ത അടിപൊളി പാട്ട്. പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന സോങ് ഏതാണ്? എന്നാലും ഏറ്റവും ആദ്യം വരുന്നൊരു സോങ് അത് പറയാനുണ്ട്. എന്റെ കാലഘട്ടം എന്നുള്ള പാട്ടുകൾ 60, 70, 80, 90 വരെയുള്ള പാട്ടുകളാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ പാട്ടുകൾ ധാരാളം പാട്ട് പറയാറുണ്ട്. ഇന്നത്തെ പാട്ട് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പിള്ളേർക്കാണെങ്കിൽ ഇപ്പൊ ഇറങ്ങുന്ന പാട്ടുകളെല്ലാം ഇഷ്ടം. അതുപോലെ തന്നെ ഒരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ അടിപൊളി പാട്ട് ഞാൻ ശ്രദ്ധിക്കും. അന്ന് അടിപൊളി പാട്ടുകൾ ഒരുപാടുണ്ട്. അത് ശ്രദ്ധിക്കും, പാടുകയും ചെയ്യുന്നു. മെലഡീസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മെലഡീസ് ഇഷ്ടം. മെലഡീസ് അതാണ്. അത് ഈതെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന പാട്ടുകളാണ്. അത് എക്കാലത്തുള്ള പാട്ടുകൾ വേണം. എല്ലാ ക്ലാസ്സുകാർക്കും ഏത് പ്രായത്തിലും ഇഷ്ടപ്പെടുന്ന പാട്ടായിരിക്കണം. സംഗീതം അതാണ്. എത്ര അടിപൊളി ചെത്ത് പാട്ടെന്ന് പറഞ്ഞാലും അതിനകത്തൊരു മെലഡി ഉണ്ടാവും. സ്വല്പം മെലഡിന്റെ ഉള്ളിലെ പാട്ട് എന്നാലും നമുക്കത് എൻജോയ് ചെയ്യാൻ, ആസ്വദിക്കാൻ പറ്റൂ. അതിനകത്ത് നമുക്കൊരു പാട്ടൊന്നും പറയാൻ പറ്റില്ല. ആസ്വദിക്കും. അപ്പൊ ആദ്യത്തെ ഒരാഴ്ച കേട്ടു, അപ്പോഴേ കിട്ടും. പിന്നെ അടുത്തതുപോലെ വരും, അതിന്റെ പുറകെ പോകും. അതാണല്ലോ ഇപ്പോഴും. പണ്ടത്തെ മുൻപുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ടിവിയിലുള്ള ഷോസ് ഒക്കെ അതിനകത്ത് പോയി കഴിഞ്ഞാൽ 5-6 വയസ്സിന് പിള്ളേർ വരെ പഴയ പാട്ടുകൾ പാടി അടിച്ച് തകർക്കുന്നു. കാരണം ആ പാട്ടിന് സംഭവം ഉണ്ട്, അതിനകത്തൊരു ജീവനുണ്ട്, അതിനകത്തൊരു ആത്മാവുണ്ട്. അതുകൊണ്ട് മത്സരത്തിന് വരുന്നവര് പോലും പേരൻസ് പിള്ളേരെ കൊണ്ട് അത്തരം പാട്ട് പാടിപ്പിച്ചു. അതാണ് ടച്ച് സോങ്സ് അന്നത്തേയില്ല. എല്ലാ സെമി ക്ലാസിക്കൽ ടച്ചും എല്ലാ വരികളും മ്യൂസിക്കും ഒക്കെ ഭയങ്കരമാണ്. പാടിയത് ഇല്ല അതുപോലെ ഡെൻസ് തന്നെ. അതെന്നും ഇങ്ങനെ നിൽക്കും. അതൊന്നും പെട്ടെന്ന് ഇളക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ അങ്ങനെ അഭിനയിക്കാൻ അങ്ങനെ വലിയൊരു അവസരമാണ്. അങ്ങനെ ഒരു അവസരം ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നല്ല പാട്ടുകളുണ്ട്. അപ്പൊ ചേട്ടാ, പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ ചാനലിലൂടെ പുതിയതായിട്ട് വരുന്ന ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കലാകാരന്മാരായിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരെ എത്തുന്നില്ല, നമ്മള് പൊതുസമൂഹം അറിയുന്നില്ല. അപ്പൊ അങ്ങനെ ഉള്ളവരെ കൂടെ നമ്മുടെ ചാനലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അവരെയും കൊണ്ടുവരണം. അതുവഴി അവർക്കും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണം, റീച്ച് കിട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിപ്പോ അശോകേട്ടന്റെ ഈ ഒരു ഇന്റർവ്യൂലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമില് നമ്മള് സോങ് റിയാക്ഷൻസ് കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ നമുക്ക് ഷിബിൻ ആക്നലിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. വെൽക്കം ഷിബിൻ ടു ദ ഷോ. അപ്പോ എന്താണ് നിങ്ങളുടെ ഒരു ഇൻസ്റ്റഗ്രാം ടീം അല്ലെങ്കിൽ വൈബ്, എന്താണ് റിയാക്ഷൻസ്, അതൊക്കെ ഒന്ന് പറയാമോ? ടീമായിട്ടാണ് ചെയ്യുന്നത്. അതായത് പാട്ട് പാടാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു TV ഷോസിലോട്ടാണ് 5-6 പേർക്ക് മാത്രമേ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകത്തുള്ളൂ. നമ്മൾ നമ്മൾ നോക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിലും അല്ല കുറെ പ്ലാറ്റ്ഫോമിലും ഇഷ്ടംപോലെ പിള്ളേർ പാട്ട് പാടാറുണ്ട്. പക്ഷെ അവർക്കൊരു മെയിൻ ആയിട്ടൊരു ഹെഡില്ല, കേട്ടിക്കൊണ്ടുവരാൻ ഹെഡില്ല. അപ്പൊ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമുണ്ടാണ്. കൊച്ചിലോട്ട് പാട്ടൊക്കെ പാടും, പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി നല്ല രീതിയിൽ പാടുന്ന പിള്ളേർക്കൊട്ട് റീച്ച് ഇല്ലാത്ത കുട്ടികളുണ്ട്. അപ്പൊ എനിക്ക് ചെറുതായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് റീച്ചിങ് ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇത് റിയാക്ഷനിലോട്ട് വന്നു. സോങ് റിയാക്ഷൻ വേറെ ആരും നോക്കി സോങ് റിയാക്ട് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് മാത്രമായിട്ട് ഞാൻ ചെയ്തു സോങ് റിയാക്ഷൻ എന്നൊരു പേജ് സ്റ്റാർട്ട് ചെയ്തു. എന്റെ പേജിന് പേര് ഷിബിൻ ആക്നൽ എന്നാണ്. അതെല്ലാം നമ്മളിപ്പോൾ ടീമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടീമിനെ ഒരു ടീംസ് എന്നാണ്. നമ്മൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ പാടാൻ ടാലന്റ് ഉള്ള കുട്ടികളെ നമ്മൾ കണ്ടുപിടിച്ചിട്ട്
അവരുടെ വീഡിയോസ് റിയാക്ട് ചെയ്തിട്ട് അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക. എന്നുവെച്ചാൽ അവരെ നല്ലൊരു റീച്ചിലോട്ട് എത്തിക്കുക. കുറച്ച് പ്ലാറ്റ്ഫോം കിട്ടിക്കൊണ്ടിരുന്ന രീതിയിൽ തന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് റിയാക്ട് ചെയ്ത് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടി ആൾക്കാർ ഇവർ പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് അശോകേട്ടനോട് ഒരു നമ്മുടെ നടനെന്നുള്ള ഉൾപ്പെടെ വലിയൊരു കലാകാരനാണ്, പാട്ടുകാരനാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു ഇപ്പൊ അശോകേട്ടനോട് സംസാരിക്കാൻ പറ്റില്ല എന്താണ്? ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി. ഇങ്ങനെ നൈറ്റ് ഞാൻ അറിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എക്സൈറ്റ്മെന്റ് കൂടി ഇരിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ. ഭയങ്കര സന്തോഷമുണ്ട് സാറിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇത് പറയാൻ പറ്റി, നമ്മുടെ ടീമിനെ പറ്റി പറയാൻ പറ്റിയത് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ചില കുറെ കുട്ടികൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് റീച്ചിലോട്ട് എത്തണം, എവിടെയെങ്കിലും പ്ലാറ്റ്ഫോം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടി നമ്മുടെ ടീം എല്ലാവരും കൂടെ ഞങ്ങൾ കുറെ 6-7 പേരുണ്ട്, എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒരു സ്ട്രീമിങ്ങിലോട്ട് എത്തി. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 5 പോസ്റ്റ് ഇടാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ ഒരു സ്ട്രീമിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദിവസം ഒരു 1000 വീഡിയോസ് വന്നാലും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്ര പേരൊന്നുമില്ല, എത്ര പേര് വന്നിട്ടുണ്ടല്ലോ അത്രയും പേരുടെ വീഡിയോസ് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് അതിന് നല്ല റിയാക്ഷൻ, നല്ല സോങ്ങുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ റിയാക്ട് ചെയ്ത് അവരെ നല്ലൊരു സ്റ്റേജിലോട്ട് എത്തിക്കാന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നല്ല പാട്ട് തന്നെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പാട്ട് പാടിയാൽ ഈ പറഞ്ഞ അറ്റൻഷൻ കിട്ടും. അത് എല്ലാ കാലത്തും അത്രയും ഇത്രയും മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. ഇത് വേറെ ഇന്നിപ്പോ വേറെ ഇന്ന് നമ്മളെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ധാരാളം ഉള്ളതുകൊണ്ട് നല്ലതാണെങ്കിലും ഇതിനകത്ത് എത്ര പേർക്ക് ഒരു 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 സ്റ്റേബിളായിട്ട് ഒരു സോളിഡ് ആയിട്ട് ഒരു ഐഡന്റിറ്റി കിട്ടുന്നു ഇന്നത്തെ ഉള്ള ഒരു പ്രശ്നം അതാണ്. കാരണം ഒരുപാട് സോഷ്യൽ മീഡിയസ് ഉണ്ട്. ശരി തന്നെ. ഇപ്പൊ എന്താ പറയുന്നത്, നമ്മളിപ്പോ ഇവിടെ നോക്കിയാൽ ഇവിടെ ഏതെല്ലാം ടൈപ്പ് കാറുകളൊക്കെ അറിയാൻ അല്ലേ? ദിവസവും ഓരോ കാറുകൾ വന്നോണ്ടിരിക്കുകയാണ്. ഒരു കമ്പനിയുടെ തന്നെ പല പല ബ്രാൻഡുകൾ വന്നോണ്ടിരിക്കുക, വെറൈറ്റീസിൽ ഓരോ വേരിയൻസിൽ വന്നോണ്ടിരിക്കുകയാണ്. പല കമ്പനിയുടെ അങ്ങനെ തന്നെ. ഇന്ന് എല്ലാവർക്കും ഇപ്പൊ ഭ്രാന്തായി. അത് കൊള്ളാം, മറ്റേതോ അത് കുഴപ്പമില്ല, അത് വേണം നോക്കാം, അത് വന്നു ഭയങ്കര. അതുകൊണ്ട് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ എല്ലാ മേഖലകളിലുള്ള ഒരു പ്രശ്നം. എനിക്ക് തോന്നുന്നില്ല, ശരിയോ തെറ്റോ എനിക്കറിയാം. ശരിയല്ലേ? മാർഗങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ അതെല്ലായിടത്തും റീച്ച് ആവോ? മുമ്പ് ഈ പരിപാടി ഒന്നും ഇല്ലല്ലോ. ഒരു പാട്ടെന്ന് പറഞ്ഞാൽ നമ്മള് സിനിമ വാസികൾ കാണും, ടേപ്പ് റെക്കോർഡ്, അന്നത്തെ ടേപ്പ് റെക്കോർഡ്. ആ ടേപ്പ് റെക്കോർഡ് വാങ്ങിക്കാനും കേൾക്കാനും കൊതിയായിരുന്നുണ്ട്. പിന്നെ പക്ഷേ റെക്കോർഡ് പ്ലെയർ വലിയ പ്ലേ ഇതൊരു സംഭവമുണ്ട്, നിങ്ങൾ കണ്ടോന്നറിയാം. ഗ്രാമഫോൺ അതെ, സ്പീക്കർ എടുത്ത് അത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് തന്നെ 10, 20, 50, 100 പാട്ടുണ്ടാവും. അത് തീർന്നു കഴിഞ്ഞാൽ സമയം എടുക്കും. അത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ മറിച്ച് അപ്പുറത്ത് ദോശ ഇടുന്ന പോലെ അപ്പുറത്ത് അതും വെക്കും, അതിനകത്തും പാട്ടുണ്ട്. ഇത് അന്നത്തെ കാര്യം. പിന്നെ നമ്മൾ തിയേറ്ററിൽ ഇപ്പം മൈക്കിൽ കൂടെ പാട്ട് ചെയ്യും. പുതിയ സിനിമ കൊട്ടായം തോന്നുന്നത് തിയേറ്റർ മൾട്ടിപ്ലക്സ് ഒന്നുമില്ലല്ലോ. അത് പാട്ട് പഠിക്കുന്നവർ അവിടെ പോയി പഠിക്കും. ഞാനൊക്കെ അതൊരു കേട്ടുണ്ട്, പാട്ട് പുസ്തകം വാങ്ങിക്കും. പക്ഷെ ഇതുകൊണ്ടാണ് അന്ന് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ്. ഒരുപാട് കോമ്പറ്റീഷൻ പാടുക, സിനിമ പോയി കാണുകയും ടേപ്പ് റെക്കോർഡ്. ഇപ്പൊ റേഡിയോ, ആകാശവാണി പ്രസക്തിയില്ല. ഞാൻ ആകാശവാണി നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനം എന്ന് പറഞ്ഞ പരിപാടി അന്നത്തെ ആ സമയങ്ങളാണ്. അത് കേൾക്കാൻ കാത്തിരിക്കുന്നത്. അത് കേട്ട് നമ്മള് പാട്ട് അപ്പൊ എഴുതും. ഇന്നിപ്പോൾ പുതിയ പടം പറയുന്നത് പാട്ട് കൊള്ളാം, നമ്മൾ ആ പാട്ട് ചിലപ്പോൾ പെട്ടെന്ന് ആ പാട്ടുകാരോട് അടുത്തത് ഇന്ന സിനിമയിലെ ഗാനങ്ങളുടെ ആള്, സംഗീതം പാടിയതിൻ്റെ ആള്. അതിനിപ്പോ നമ്മൾ പേന എടുത്തെഴുതും, അത് എഴുതിക്കൊണ്ടിരിക്കും. പിന്നെ ടേപ്പ് എവിടെങ്കിലും അന്ന് കാസറ്റ് ഉണ്ടെന്ന്, കാസറ്റ് അതിന് ശേഷം വന്നതാണ്. ഇത് നമ്മൾ എഴുതി പാട്ട് പഠിക്കാൻ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചിരുന്നത്. പക്ഷെ അന്ന് ഒരുപാട് പാട്ടുകാരുണ്ടെന്ന് എല്ലാ ഇതിലും ഉള്ളതുകൊണ്ട് ഇപ്പൊ പുതിയ, അതുകൊണ്ട് അന്ന് അതിനൊരു സീരിയസ്നെസ് ഒന്നും ഉണ്ടായിരുന്നു. കുത്തി ഇരുന്ന് കാണാതൊക്കെ പഠിക്കുകയും ചെയ്തൊക്കെ സ്കൂളിലും കോളേജിൽ പോയി പഠിക്കുമായിരുന്നു. ഇന്നിപ്പോ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുകൊണ്ട് വലിയൊരു എന്താ പറയുന്നത്, അതിപ്പോ അതിനകത്ത് ഇപ്പൊ കിട്ടും. അങ്ങനെ ഒരു സീരിയസ്നെസ് പെട്ടെന്ന് റീച്ച് ആകും ചെയ്യും, അതുപോലെ പോവുകയും ചെയ്യും. നമ്മൾ ഈ കാറിന്റെയും ടിവിയുടെ കാര്യം പറഞ്ഞതാണ്. അതാണ് ഇന്നത്തെ പ്രശ്നം. അതാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സിന്റെ ഒരു നേച്ചറും അങ്ങനെയൊക്കെയാണ്. പറ്റുന്നത് കുറ്റമല്ല, അങ്ങനെയാണ് കാലത്തിന്റെ വ്യത്യാസം. അതാണ് അപ്പൊ ആ വ്യത്യാസം.
പിന്നെ ഇന്ന് ഒരുപാട് ടാലന്റ് ആയിട്ടുള്ള കൊച്ചു കുട്ടികൾ 4-5-6 വയസ്സുള്ള പിള്ളേർ നമ്മള് ഈ ക്ലാസിക്കലൊക്കെ ആ കയറി കഴിഞ്ഞാൽ തകർക്കുക ഭയങ്കരമാണ്. സത്യം ഞാൻ തന്നെ ഇത് ചില വീഡിയോസ് കാണുമ്പോൾ നമ്മൾ പോലും അങ്ങനെ പാടത്തില്ലാത്ത രീതിയിലാണ് കൊച്ചു ക്ലാസിക്കൽ സോങ്സ് ഒക്കെ പാടുന്നത് നമുക്ക് പാടുന്നു തോന്നുന്നു. പച്ചവെള്ളം പോലെ പാടുന്ന സ്വരങ്ങളൊക്കെ കിട്ടിയത് നമ്മള് പോകും. നമ്മളൊക്കെ ഒരു എന്തൊരു പഠിക്കണമെങ്കിൽ സമയമെടുത്താ പഠിക്കുന്നത്, എത്രയോ എടുത്തിട്ട് ഇവരൊക്കെ സെക്കൻഡ് കൊണ്ട് പഠിച്ചു വരും. അതാണ് പെട്ടെന്ന് പഠിച്ച് പാടി പെട്ടെന്ന് പഠിക്കും, ഭയങ്കര ഗ്രാസ്പിംഗ് പവർ ആവും. പക്ഷെ ഇന്നത്തെ കാലത്തിന്റെ ചില പ്രശ്നം കൊണ്ടാണ് അത് അങ്ങോട്ട് ഒരുപാട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നിൽക്കരുത് വന്നോണ്ടിരിക്കല്ലേ, അത് സീസൺ അനുസരിച്ച് മാറുക. പണ്ട് സീസൺ ഒന്നും അല്ലല്ലോ, ഒന്നും നിൽക്കുക. ഒരുപാട് ആൾക്കാരും ഒരുപാട് ആൾക്കാർ. അതുകൊണ്ട് അങ്ങനത്തെ ചില പ്രശ്നങ്ങളും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡിലെ ഇത് എല്ലാ രംഗത്തു നിന്നും മത്സരമാണ്. ഒരാളിപ്പോ ഒരു ഷോപ്പ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കണ്ട് തമാശയും സ്നേഹം പറയുന്നവര് അവര് തന്നെ ഓപ്പോസിറ്റ് വേറെ കടമുണ്ട്. അതേ സംഭവം ഇല്ലാത്ത കൊണ്ടിടും, അപ്പുറം തൊട്ടടുത്ത് വേറെ ഇടും, ഇവിടെ ഒരെണ്ണം ഇടും. പിന്നെ അതിനുവേണ്ടിയുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ ക്യാൻവാസിങ് കാര്യങ്ങളൊക്കെ ഇതിനുള്ളത്. അതെ, പിന്നെ യൂട്യൂബ് മറ്റേ മറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പരസ്യങ്ങൾ എവിടെയും പോയി കഴിയുമ്പോൾ പിന്നെ എല്ലാം ആയില്ലോ. മ്യൂസിക് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കുട്ടി ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയാണ്, തിരുവനന്തപുരത്താണ്, അത്യാവശ്യം പ്രായമുള്ള ഒരു കുട്ടി. അപ്പം സംസാരിക്കത്തൊന്നുമില്ല, ഭയങ്കര വയലൻസ് ഒക്കെയാണ് വീട്ടില്. അപ്പം ഈ കുട്ടി അങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ ഒരു വീഡിയോ, അത് ഞാൻ ആരാധിക എന്ന് പാടുന്ന ഒരു പാട്ടിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടി ഇത് എന്നിട്ട് ഈ പാട്ട് ഈ കുട്ടി കേട്ടു. ഇത് കേട്ടിട്ട് ഈ കൊച്ച് അതെങ്ങനെയോ എന്റെ അക്കൗണ്ട് എടുത്തിട്ട് പിന്നെ അത് എന്റെ അക്കൗണ്ടിൽ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്ത് കാണാൻ പറയും. അപ്പൊ ആ കൊച്ച് എന്നിട്ട് ഒരു പ്രാവശ്യം എനിക്ക് ഇൻസ്റ്റയില് കറക്റ്റ് അല്ല, പക്ഷെ അതൊരു പാടി വയലൻസ് പറഞ്ഞു. ആ കൊച്ച് പാടി നമുക്ക് അയച്ചു തരണം. അവരുടെ പേരൻസ് തന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്നൊരു സംഭവം ഉണ്ട്, മോന്റെ ഇങ്ങനെ വീഡിയോസ് കാണാറുണ്ട് കുട്ടി, അത് മാത്രമേ കാണത്തുള്ളൂ. അത് മാത്രം കണ്ടുകൊണ്ട് ഇപ്പം പാട്ടാ ഏത് കേട്ടാലും അതിങ്ങനെ പാട്ട് പഠിച്ച് ഇപ്പൊ വയലൻസ് കുറഞ്ഞു എന്നുണ്ടല്ലോ. അത് കേട്ടപ്പോൾ മ്യൂസിക്കിന്റെ ഏറ്റവും പ്രത്യേകത ഒരു മെഡിസിൻ ആണ്, പലതിന്റെ റെമഡിയാണ്. എന്തെല്ലാം ചില പാട്ട് കേട്ട് നമ്മൾ ഇന്ന് സ്ട്രൈക്ക് ചെയ്തു. ചില പാട്ട് നമുക്ക് എത്ര മണിനെ ഹോട്ട് ചെയ്തോണ്ടിരിക്കും. ചില പാട്ട് ഈ അമ്പിളി അങ്ങനെ പാട്ട് ഭയങ്കര ഫീലുള്ള മറക്കപ്പെടുന്ന പാട്ടാണ്, ബെസ്റ്റ് പാട്ടാണ്. അങ്ങനെ കുറച്ച് പാട്ടുകൾ ഇന്ന് പറയാൻ പറ്റുള്ളൂ, ഒരുപാട് പാട്ടുകൾ അങ്ങനെ വരുന്നില്ല. അത് നല്ല പാട്ടാണ്. അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്, ഇങ്ങനെ റോസാപ്പൂ അത് ബെസ്റ്റ് പാട്ടാണ്, അതൊക്കെ രസമാണ്. അപ്പൊ അങ്ങനെ അത് ഒരാളുടെ ഒരു അസുഖത്തിന് ഒരു റിലീഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമില്ലേ. വേറെ എന്താ ഉള്ളത്, സംഗീതത്തിനെ ആ ശക്തിയുള്ളൂ, സംഗീതത്തിനുള്ളൂ. എനിക്കത് ആക്ച്വലി അത് കേട്ടപ്പോൾ എനിക്ക് 2 ചേച്ചിമാരാണ്. അപ്പൊ ഒരാൾ മരിച്ചുപോയി. അപ്പൊ അവർക്ക് ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം ഒരാൾക്ക് ഇന്ന് ചെറിയ ചേഞ്ച് ഉണ്ടാകുമ്പോൾ വീട്ടുകാർക്ക് എന്തോ ഹാപ്പിനെസ് ഉണ്ടാകുന്നുള്ള ശരിക്കും അത് ഫീൽ ചെയ്തു. ആക്ച്വലി ഇത് പറഞ്ഞപ്പോൾ തന്നെ എന്റെ വീട്ടുകാർ ഫുള്ളി എല്ലാവരും ഭയങ്കര സന്തോഷവും സങ്കടമായിരുന്നു മൊമെന്റ് ആയിരുന്നു. നമ്മൾ ചെയ്തതിൽ എന്റെ ലൈഫിൽ ഞാൻ ചെയ്തതിൽ എനിക്ക് തോന്നിയത് ഏറ്റവും വലിയ പക്ഷെ ആ വലിയ റീച്ച് ഇല്ലായിരുന്നെങ്കിൽ പോലും റീച്ച് അല്ല, ആ കുട്ടിക്കുള്ളൊരു ചേഞ്ച് അവരുടെ ഫാമിലിക്കായിരുന്നു ഏറ്റവും വലിയ ചേഞ്ച് ആയിപ്പോയത്. ചേഞ്ച് വലിയൊരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് 2 പാട്ടുകാരെയും കൂടെ ഒരുമിച്ച് കിട്ടിയേക്കാണ്. അപ്പൊ നിങ്ങൾ 2 പേരും കൂടെ ഒരു പാട്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോ പാട്ട് പഠിക്കാൻ ഒരുപാട് ഓഫ് ചെയ്യും. ഇല്ല അശോകന്റെ പാട്ട് ഇപ്പോഴും ഇപ്പൊ പാട്ട് ഇല്ല, ഇന്ന് ആൾക്കാരൊന്നും കേൾക്കാൻ ഇല്ല. നിങ്ങൾ 2 പേരും കൂടെ ഒരു പാട്ട് എന്തായാലും ഓണമായിട്ടൊരു ചെറിയൊരു ഓണപ്പാട്ടില്ല, എപ്പോഴൊരു പാട്ടാണ് യേശുദാസ് പാടിയ പാട്ട്. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ മഴവില്ലിൻ മലർമുടിയിൽ തൂകി മധുഹാസം തൂകി അവൾ മധുഹാസം തൂകി. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ. എന്തായാലും വളരെയധികം സന്തോഷം നമുക്ക് വേണ്ടിയിട്ട് ഇത്ര നേരം സ്പെൻഡ് ചെയ്തത്. അപ്പം എന്തായാലും ഷിബിനും അതൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു പ്രചോദനമാണ്. ഈ ഒരു അശോകന്റെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് മുന്നോട്ടുള്ള ഒരു അപ്രിസിയേഷൻ കൂടെയാണ്.
എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അശോകേട്ടൻ, നമ്മുടെ ടോക്കിംഗ് പോയിന്റിൽ ഇനി ഇതുപോലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരണം, അതുപോലെ നമ്മൾ ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ഇനിയുള്ളവർക്ക് ഒരു പ്രചോദനം, എങ്ങനെയാണ് അശോകേട്ടൻ അവർക്കൊരു അപ്രിസിയേഷൻ കൊടുക്കുന്നത്? അല്ല, ഇന്നിപ്പോ ഒരു വളരെ ടാലൻസ് ഉള്ള ആർക്കും ഇന്ന് വരാൻ വളരെ എളുപ്പമാണ്. ഞങ്ങളുടെ ഒന്നും കാര്യമൊന്നും നടക്കില്ല. ഒരു സിനിമയിലെ വരയ്ക്കുന്ന പാട്ട് പാടണമെങ്കിലോ അല്ല മറ്റേതെങ്കിലും ഒരു കഴിവുണ്ടാകുന്നിരിക്കട്ടെ, അവർക്ക് ഇത് വിളിച്ചിട്ട് കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പാട് വേണ്ടി വരും, ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എല്ലാവരും ഒരു കലയെന്ന് പറഞ്ഞാൽ പലരുടെയും കൂടുതൽ ആൾക്കാരുടെ അൾട്ടിമേറ്റ്ലി ഉള്ള ഒരു എയിമും അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള സിനിമ തന്നെയാണ്. അപ്പൊ ഇന്നിപ്പം ധാരാളം നല്ല കലാകാരന്മാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ടോക്കിംഗ് പോയിന്റിൽ കൂടി തന്നെ ശരിക്കും ഒരു വലിയ അവസരം പുതിയ നമ്മുടെ യങ്സ്റ്റേഴ്സിന് കിട്ടുക വലിയ കാര്യമാണ്. എന്താ ഇതുപോലുള്ളവരൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരെ അവരല്ല. പിന്നെ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഇന്ന്, അതിൽ കൂടിയൊക്കെ ഒരുപാട് പാട്ട് പാടുന്നവരും മറ്റു ഒരുപാട് ടാലൻസ് ഉള്ളവരും പല വിവിധ മേഖലയിലുള്ളവരൊക്കെ അതിനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ചാനലിൽ കൂടി അത് പ്രോത്സാഹിപ്പിക്കുന്നു. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വലിയ കാര്യം. അതൊക്കെ തന്നെയാണ് വലിയ പ്രൊമോഷൻ. അശോകേട്ടാ, അപ്പൊ നമ്മുടെ റീസെന്റ് 2 സിനിമകൾ റിലീസ് ആയിട്ടുണ്ട്, അപൂർവപുത്രന്മാർ, അതുപോലെ തന്നെ ധീരൻ എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ഈ 2 സിനിമകളെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ധീരൻ സിനിമയിലാണെങ്കിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്, 80s ഉണ്ട്, ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു കാലഘട്ടം കൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും അതോടെ എങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റി എന്നൊക്കെ ഉള്ളത് പറയാൻ പറ്റും? ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാന്ന് തെളിയിച്ചവരാണ് ധീരൻ. പ്രായ വ്യത്യാസങ്ങളൊന്നും, കാരണം എത്ര പ്രായമായെങ്കിലും മനസ്സ് ചെറുപ്പമായിരിക്കാൻ അതാണ് ഏറ്റവും ഞാൻ പ്രായമായി എനിക്കിനി ഒന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരുന്നു. അതാണ് നമ്മുടെ ആ ചിന്ത, അങ്ങനെ വരാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യം. അതെ. അപ്പൊ അങ്ങനെ ഇനിയിപ്പം അങ്ങനെ ചിന്തകൾ ഉള്ളവർക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ക്ലബിൽ കിട്ടുന്ന സംഭവമാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ കുറച്ച് പിള്ളേരും യങ്സ്റ്റേഴ്സും അതിനുമുമ്പുള്ള സീനിയറായിട്ടുള്ള കുറച്ച് പ്രായമുള്ള ഞങ്ങളല്ലേ. അപ്പൊ അതിനകത്ത് പ്രായഭേദമന്യേ ഉള്ള പ്രവൃത്തികളാണ് സിനിമ. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. കണക്ഷനാണ്, നല്ല കണക്ഷനാണ്. അതുകൊണ്ട് ഫുൾ ഹ്യൂമൻ ആയിട്ടുള്ള സിനിമയാണ്. അത് കണ്ടവർക്ക് എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന സിനിമ ധീരൻ, സംശയമൊന്നുമില്ല അതിനകത്ത്. എല്ലാവർക്കും എല്ലാ വിഭാഗക്കാർക്കും ഇഷ്ടപ്പെട്ട സിനിമ ധീരൻ. നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ഷനും ഒക്കെയാണ്. അതിനെ പറ്റിയ കഥാപാത്രങ്ങളെല്ലാവരുടെയും എൻജോയ് ചെയ്ത സിനിമയാണ് ധീരൻ. അപൂർവപുത്രന്മാരും അത് തന്നെ, അതും പറഞ്ഞാല് അതും ഹ്യൂമർ തന്നെയാണ്, വേറൊരു ടൈപ്പ് ഒരു ഹ്യൂമറാണ് അത്. ആ സബ്ജക്റ്റ് നല്ലതാണ്, നല്ല തീമാണ്. രണ്ടിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു മരിച്ചുപോയ 2 പേരെ ബേസ് ഇട്ട് അത് പക്ഷെ 2 ടൈപ്പാണ്. ഒരാളുടെ ഫാദർ ആയിട്ട് പിന്നെ ബോഡി കുഴിച്ച് ഇട്ടിട്ട് ആള് പെട്ടെന്ന് അപ്രതീക്ഷിതമാകുന്നു. ആൾക്കാര് അന്ധവിശ്വാസത്തിൽ പോകുന്നു. അത് ദൈവം പ്രത്യക്ഷപ്പെട്ടു, ആകാശത്തേക്ക് പോയി. അതങ്ങനെ ഒരു എന്താ പറയുക, ഒരു ദിവ്യനായിട്ട് ആളെ കൊണ്ടുവരുന്നു. അങ്ങനെ സംഭവങ്ങളാണ്. അപ്പൊ അതിനകത്തെല്ലാം പ്രധാനമായിട്ട് എന്റെ കഥ ഒരു പള്ളിക്കച്ചനാണ്. പള്ളിക്കച്ചൻ അതിനകത്ത് വളരെ പ്രാധാന്യമുള്ള, ഈ സബ്ജക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. പള്ളിക്കച്ചന്റെ ചില നിർദ്ദേശങ്ങളും സജഷൻസും അഭിപ്രായങ്ങളും ഒക്കെ ആ പടത്തിന്റെ ഒരു നട്ടല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അശോകേട്ട, ഇനി ഇതുപോലെ ഒരുപാട് സിനിമകൾ, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ന് ഈ ചാനലിൽ നമ്മുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത അശോകേട്ടന് വലിയൊരു താങ്ക്സ്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഇനിയും ഒരുപാട് ലെജൻസിനെ നമുക്ക് വേണം. കാരണം ഇത് അശോകേട്ടനെ പോലുള്ള ഒരുപാട് ആക്ടേഴ്സിന് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നല്ല സിനിമകൾ എൻജോയ് ആസ്വദിക്കുക, വിലയിരുത്തുക. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, സിനിമയിലില്ല, പാട്ടാണെങ്കിലും ശരി, സിനിമയാണെങ്കിലും ശരി, ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ഗാനരചന, സംഗീതം, എല്ലാം. സിനിമ എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂടിയുള്ള കാര്യമാണ്. പക്ഷെ ഇതിനകത്തെല്ലാം അത്യാവശ്യം കച്ചവടം വേണം. കച്ചവടം ഇല്ലാതെ പറ്റില്ല. സിനിമ എന്ന് പറഞ്ഞാൽ കച്ചവടമാണല്ലോ. മുടക്കിയ ആൾക്കത്തിൽ പൈസ കിട്ടണ്ടേ? ആ പൈസ കിട്ടിയിട്ട് ഡയറക്ടർ ഞങ്ങൾക്കൊക്കെ നിലനിൽക്കും. അപ്പൊ അത് ഇച്ചിരി കച്ചവടം ചേർത്തുള്ള കാര്യങ്ങളാണ്. ആ കച്ചവടം നന്നായി നടക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രോത്സാഹിപ്പിക്കണം. അതെ, അത് ഏത് നമ്മളൊക്കെ ഇപ്പോഴും നിൽക്കുന്നത് ദൈവത്തിന്റെ സഹായം കൊണ്ട് നിൽക്കുകയാണ്. ആശുപത്രി ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ യങ്സ്റ്റേഴ്സ് കൊണ്ട് എപ്പോഴും നിൽക്കുന്നല്ലോ എന്ന് ചോദിച്ചില്ല. അത് നമുക്ക് ഒരു ദൈവം തന്ന ഒരു ഗിഫ്റ്റായിട്ട് കരുതുകയാണ്. ആശുപത്രി നിൽക്കാൻ സാധിക്കുന്ന വലിയ കാര്യമാണ്. അപ്പൊ അതുപോലെ നിൽക്കണം. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ നല്ല വേഷങ്ങൾ
കഥാപാത്രങ്ങൾ നമ്മൾ കിട്ടിയാൽ വലിയ കുഴപ്പമില്ലാതെ തന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിന്ന് പോകുന്നത്. അപ്പൊ ഇനി എങ്ങനെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇരിക്കുന്നത്. അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ അശോകനെ പോലെ ലെജൻസും അതുപോലെ പുതിയതായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ see you all.